ആരാണ് ഈ 5 സെന്റിന്റെയും 10 സെന്റിന്റെയും പ്രപ്പോസൽ ഉണ്ടാക്കിയത്? അത് വ്യക്തമാക്കാൻ, അത് അറിയാൻ ആഗ്രഹമുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഗവൺമെന്റ് പറയുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റ് കൽപ്പറ്റ ബൈപ്പാസിന്റെ മുനിസിപ്പൽ ഏരിയക്ക് അടുത്താണ്, അതുകൊണ്ട് അവിടെ 5 സെന്റ്. നെടുമ്പാല മേപ്പാടിയിലാണ്, അതുകൊണ്ട് അവിടെ 10 സെന്റ്. മാർക്കറ്റും സിറ്റിയും അനുസരിച്ച് പുനരധിവാസം ആദ്യമായാണ് ഞങ്ങളൊക്കെ കേൾക്കുന്നത്. മാർക്കറ്റ് വില അനുസരിച്ചും സിറ്റി അനുസരിച്ചുമല്ല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കേണ്ടത്. ദുരന്തബാധിതരോട് അവരെ ക്ലാസിഫൈ ചെയ്യുന്നതും അവർക്കിടയിൽ വിവേചനം നടത്തുന്നതും തികഞ്ഞ മനുഷ്യാവകാശ ലംഘനം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഇന്നും കലക്ടറോട് പറഞ്ഞിരുന്നു. ഈ കാര്യത്തിൽ പിന്നെ കൽപ്പറ്റയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ഓപ്ഷൻ അല്ല, അത് ദുരന്തബാധിതരുടെ ഓപ്ഷൻ അല്ല, അത് സർക്കാരിന്റെ ഓപ്ഷനാണ്. സ്ഥലം തീരുമാനിച്ചത് സർക്കാരാണ്, ടൗൺഷിപ്പ് തീരുമാനിച്ചത് സർക്കാരാണ്, 5 സെന്റും 10 സെന്റും തീരുമാനിച്ചത് സർക്കാരാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് ദുരന്തബാധിതരുടെ അഭിപ്രായം അനുസരിച്ച് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. 5 സെന്റ് ഭൂമിയും 10 സെന്റ് ഭൂമിയുമായി വിവേചനം നടത്തിയത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. മുഴുവൻ ആളുകൾക്കും 10 സെന്റ് വെച്ച് മിനിമം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാർ തലത്തിൽ ഉണ്ടാകണം. ഇതാണ് ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, ജൂലൈ 30 മുതൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇപ്പൊ ജനുവരി 6ാമത്തെ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്, റണ്ണിംഗ് ആണ്. ഇത്രയും സമയമായിട്ട് പരിക്ക് പറ്റിയവരുടെ ചികിത്സയ്ക്കുള്ള ഒരു പ്രോപ്പർ തുടർ ചികിത്സാ പ്ലാനിംഗ് സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ അന്ന് ഫൈനൽ മീറ്റിംഗ് തിരുവനന്തപുരത്ത് നടന്നപ്പോൾ, സ്പോൺസേഴ്സ് മീറ്റിംഗ് നടന്നപ്പോൾ ഞാൻ കത്ത് കൊടുത്തിരുന്നു. അതിനു മുമ്പ് 2 തവണ ഞാൻ കത്ത് കൊടുത്തു, വളരെ മുമ്പേ തുടർ ചികിത്സയുടെ കാര്യം പറഞ്ഞു. പക്ഷേ തുടർ ചികിത്സയുടെ കാര്യത്തിൽ അതിൻ്റെ ഗൈഡ് ലൈൻ, അതിൻ്റെ നോംസ്, ഇതെല്ലാം ഉണ്ടാക്കി നടപ്പിലാക്കേണ്ട സമയം എന്നോ കഴിഞ്ഞു. ഇതിൽ തന്നെ 2 കാര്യമുണ്ട്. ഒന്ന്, ദുരന്തം മൂലം പരിക്ക് പറ്റിയ ആളുകളുടെ ചികിത്സ, അത് ഉറപ്പുവരുത്തണം. 2, ദുരന്തബാധിതരായ ആളുകൾക്ക് വല്ല അസുഖവും വന്നാൽ അവർക്കുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഉണ്ടാവും. ഈ 2 ഉണ്ടാവും. ഇപ്പം പെട്ടെന്ന് അവിടെ താമസിക്കുന്ന ഏതെങ്കിലും ആളുകൾക്ക് പെട്ടെന്നൊരു വലിയ അസുഖം വന്നു, അവർക്ക് ജീവനോപാധി ഇപ്പം ഇല്ല. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ചികിത്സ അവർക്ക് ലഭ്യമാകണം. സമയം കളയാതെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട അസുഖമായിരിക്കും. അപ്പോൾ അവരുടെ കയ്യിൽ പണം ഉണ്ടാവില്ല, ചികിത്സ നിഷേധിക്കപ്പെടും. ഞാൻ മെനിഞ്ഞാന്നും ഒരാളുടെ കേസിൽ ഇടപെട്ടതാണ്. ഇങ്ങനെ ദുരന്തബാധിതരോട് ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അടിയന്തരമായി അവസാനിപ്പിക്കണം. ഇന്ന് അത് സംബന്ധിച്ച് കളക്ടറേറ്റിൽ ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും സമയം വൈകിട്ടും അതിൻ്റെ പ്രോപ്പർ തീരുമാനമുണ്ടാവാത്തത് ഏറെ ഖേദകരമായ വസ്തുതയാണ്. മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം, ഇപ്പോൾ ഭൂമി നമുക്ക് ലഭ്യമായി, കോടതി വിധി ആശ്വാസകരമാണ്. സ്പോൺസേഴ്സിൻ്റെ മീറ്റിംഗ് കാലദൈർഘ്യം സംഭവിച്ചു, പക്ഷേ സർക്കാർ അതിൽ ഇപ്പോൾ ഇനീഷ്യേറ്റീവ് ചെയ്തു. അതും ആശ്വാസകരമായിട്ടുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്സാണ്. ഇനി സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് പുനരധിവാസത്തിൻ്റെ കലണ്ടർ പ്രഖ്യാപിക്കണം. സമയബന്ധിതമായ പുനരധിവാസമാണ് ദുരന്തബാധിതർ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡുകളിൽ ഒന്ന്.
അതിൽ ഭൂമി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് DDMA മീറ്റിംഗ് ഞാനൊന്ന് പങ്കെടുത്തിരുന്നു. ആ മീറ്റിംഗിൽ ഇന്ന് ഭൂമി ഏറ്റെടുത്ത് അതിൻ്റെ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. എന്ന് ഏതൊക്കെ കാര്യം പൂർത്തിയാവും, സമ്പൂർണ്ണ പുനരധിവാസം എന്ന് പൂർത്തിയാകും, ജീവനോപാധി എന്ന് പൂർത്തിയാകും, അവരുടെ വിദ്യാർത്ഥികളുടെ സ്കൂൾ കാര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കും, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കലണ്ടർ സർക്കാർ തലത്തിൽ സമയബന്ധിതമായ പുനരധിവാസം എപ്പോൾ സാധ്യമാകും എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാർ പറയണം. മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം നിരവധി കർഷകരുടെ നിരവധി ഏക്കർ കൃഷിഭൂമി ഈ ലാൻഡ് സ്ലൈഡിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടതായിരിക്കുന്ന കൃഷിഭൂമിയിൽ ഇനി കൃഷി ഇറക്കാൻ സാധ്യമല്ല. കാരണം അത് പുന്നപ്പുഴയുടെ ഭാഗമായി മാറി, ലാൻഡ് സ്ലൈഡിൻ്റെ ഭാഗമായി മാറി, അവിടെ വൻ പാറകളായി മാറി, അവിടെ കൃഷി ഇനി സാധ്യമല്ല. അപ്പോൾ അതിൻ്റെ ഉടമകൾക്ക് നഷ്ടം സംഭവിച്ചു, കൃഷിഭൂമി നഷ്ടം സംഭവിച്ചു. കൃഷിഭൂമി നഷ്ടപ്പെട്ടതായ ആളുകൾക്ക് അതിൻ്റെ ലാൻഡ് അക്വിസിഷൻ ആക്ട് അനുസരിച്ച് ഇപ്പോൾ ഭൂമി ഏറ്റെടുത്തതുപോലെ തന്നെ ആ നഷ്ടപ്പെട്ടതായിരിക്കുന്ന ഭൂമിയും അതിന് തത്തുല്യമായിട്ടുള്ള തുക സർക്കാർ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി ചെയ്യണം. അതൊരു വലിയ നഷ്ടമാണ്. അതോടൊപ്പം നിലവിലുള്ള കൃഷിഭൂമി